മുത്തേ ആശികേ എടാ മുത്തേ ആനച്ചവിട്ടിയ മുത്തേ കുറച്ച് ചെറുതല്ല മുത്തേ. മുത്തേ ആനച്ചവിട്ടി ചെറുതുണ്ട്, ലേശം വലുത് അവിടെ ഉണ്ട്. ചില നാട്ടിക്ക് സീഡി മുള്ളൻ, ആവോലി മുള്ളൻ, ആനച്ചവിട്ടി എന്നൊക്കെ പറയും. ഇതാ സ്കിന്നിന് പുറത്ത് കാൽസ്യം വരുന്ന മീനാണ് ആനച്ചവിട്ടി, അല്ലെങ്കിൽ ഇതാ സീഡി മുള്ളൻ, ആവോലി മുള്ളൻ. ഇതാ ഈ കാണുന്ന സിൽവർ കളർ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ കാൽസ്യം. ശരിക്കും നല്ല ഫ്രഷ് മീനാണെങ്കിൽ ഇത് ഒഴിവാക്കരുത് മുത്തേ. നല്ല ശരീരത്തിന് നല്ല എന്താ പറയാ, നമുക്ക് ചില ആൾക്കാർക്ക് കാൽസ്യക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും കഴിക്കാൻ പറ്റിയൊരു മീനാണ്. ചില ആൾക്കാരെ നെഗത്തുമ്മൽ കാണാൻ വെള്ള നിറം, പല്ലുമ്മൽ കാണാൻ വെള്ള നിറം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഴിച്ചോളിത്. അതിന് നല്ല കാൽസ്യം കൂടിയ മീനാണ്. പിന്നെ കൽബ, പണ്ടുള്ള ആളുകൾ പറയൂട്ടോ, 1-2 ലക്ഷണങ്ങൾ പറയും. ഒന്ന്, ഈ ഇത്ര വലുപ്പമുള്ള ചെറിയ ആനച്ചവിട്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, കടൽ ഇളകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. ആനച്ചവിട്ടി അതുപോലെ കരിവത്തലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കടൽ ഇളകുമെന്ന് പറയും. അതൊരു ലക്ഷണമാണ് കേട്ടോ. അപ്പൊ കടൽ ഇളകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ സീസണിലൊക്കെ നമുക്ക് ആദ്യം വരുന്ന മീൻ കൂടിയാണ് ഈ ബത്തൽ. ഇപ്പൊ ശരിക്കും ബത്തല്, അതേമാതിരി ചൂട, വേളൂരിയൊക്കെ ഇല്ലേ, ഇതിന്റെയൊക്കെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ ഒരു സീസണിന്റെ തുടക്കമാണ്. അവസാനത്തിൽ ഒരു ചില കാര്യങ്ങളിലെന്താണ്, ഓരോ കടലിന് ഓരോ ലക്ഷണങ്ങളൊക്കെ പറയും. പണ്ടുള്ള പഴമക്കാരൊക്കെ പറയുന്നതാണ്. അവർക്കൊക്കെ ഓരോ ഈ മീനിനെ നോക്കിയിട്ട് എന്താ പറയാൻ പറ്റും, ഓരോ തരം മീൻ പിടിക്കുമ്പോൾ അവർക്ക് എന്താക്കാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ എന്താ പറയാ, നല്ല കാൽസ്യം കൂടിയ മീനാണ്. എല്ലാവരും എന്ത് ചെയ്യാ, നമ്മളെ ആനച്ചവിട്ടി കാൽസ്യം കുറവുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ മീൻ കൂടിയാണ്. അപ്പൊ എല്ലാവരും നമ്മളെ ചാനലൊക്കെ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽബട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കാം. അപ്പൊ ക്യാമറാമാൻ സായിദിനോടൊപ്പം മുത്തേ ആശിക്, അതാണ് കൽബേ സായിദ്, അതാണ്.